ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടി പിതാവേ, കൊല്ലംപറമ്പിൽ പിതാവേ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജലൂസിച്ച, മറ്റ് എറണാകുളച്ചന്മാരെ, ഏറ്റവും പ്രിയങ്കരനായ വിചാരിച്ച മറ്റ് വൈദികരെ, സമർപ്പിതരെ, വന്മായ സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സമയം വൈകി ഒരു ചെറിയ അനുസ്മരണത്തോട് ഞാൻ നിർത്തിക്കൊള്ളാം. പരിശുദ്ധ കുർബാനയിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുവിശേഷ സന്ദേശവുമെല്ലാം നമ്മൾ കേട്ടതാണ്. നമുക്ക് വളരെ പ്രിയങ്കരനായ ഒരു ഗുരു ശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കട്ടകലച്ചൻ. അച്ഛനെ അറിയാത്തവരോ അച്ഛൻ്റെ ഗുണമേന്മകൾ സംസാരിക്കാത്തവരോ ഒരുപക്ഷെ ഇവിടെ ആരും തന്നെ കാണുകയില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാര വിഷയമാക്കിയിട്ടുള്ള ഒരാൾ കട്ടകലച്ചനാണ്. അത്രമാത്രം ജനകീയനായ ഒരു അച്ഛനായിരുന്നു. അത് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അച്ഛന് കൃഷ്ണാപ്പള്ളി സെമിനാരിയിൽ ട്രിച്ചിയിൽ പഠിച്ചയാളാണ്. 96 വർഷങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. വിലപ്പെട്ട ഒരു കാര്യമാണ് ദീർഘായുസ്, 96 വർഷങ്ങൾ എന്ന് പറയുന്നത്. ട്രിച്ചിയിൽ അച്ഛൻ്റെ പഠനവും അതുപോലുള്ള അന്നു മുതലുള്ള അച്ഛൻ്റെ എഴുത്തുകളുമൊക്കെ പൂർത്തിയാക്കി 1958 നമ്മളുടെ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച ആളാണ്. സാധാരണമായ ബുദ്ധിവൈഭവം അച്ഛനുണ്ടായിരുന്നു. റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം കരസ്ഥമാക്കി. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃതത്തിൽ MA കരസ്ഥമാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ ഫിലോസഫിയിൽ PhD ഡോക്ടർ ബിരുദം കരസ്ഥമാക്കി. വടവാതൂർ സെമിനാരിയിൽ 23 വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. വടവാതൂർ സെമിനാരിയിലെ പ്രസിഡന്റ് എന്ന ദീപിക പത്രത്തിൽ അച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അച്ഛനത് അർഹിക്കുന്ന ആളാണ്. വടവാതൂർ അദ്ദേഹത്തെ മറക്കാൻ പാടില്ലാത്തതാണ്. ഡയറക്ടറച്ഛനും മറ്റച്ഛന്മാരും എല്ലാവരുമുണ്ട്. എങ്കിലും സാമാന്യം വിപുലമായ ഒരു ലേഖനം അച്ഛനെക്കുറിച്ച് എഴുതിയത് സമുചിതമായി. അച്ഛൻ്റെ ചിന്തകളും അച്ഛൻ്റെ നല്ല കാല ജീവിതവുമെല്ലാം അവിടെയായിരുന്നു. അന്നത്തെ കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും എല്ലാം അത് അറിവുള്ള കാര്യവുമാണ്. അച്ഛന് 100-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1000-ലധികം ലേഖനങ്ങൾ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ പണ്ഡിതനായിരിക്കുമ്പോൾ അച്ഛൻ വളരെ ലളിത ജീവിതം നയിച്ച ആളാണ്. മാതൃകാവൈദികനാണ്. വളരെ മിതമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളായിരുന്നു അച്ഛൻ്റേത്. വിശ്വാസത്തിൽ വളരെ ആഴപ്പെട്ട വ്യക്തിയായിരുന്നു. ഭാരതീയ ദർശനത്തിൽ മുൻപിലായിരുന്നു. ക്രൈസ്തവ ഡോക്ട്രിൻസും ഡോക്മായും അണുവിട വ്യത്യാസം വരുത്താതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും സാൻസ്ക്രിറ്റുമെല്ലാം പഠിച്ച ഉന്നത ബിരുദമുള്ള അദ്ദേഹം വടവാതൂർ സെമിനാരിക്ക് ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റിയായിട്ട് അതിനെ ഉയർത്തിയപ്പോൾ എനിക്കത് കൃത്യമായിട്ടറിയാവുന്നതാണ്. അന്നത്തെ അവിടുത്തെ സ്റ്റാഫിൽ കട്ടക്കലച്ചൻ്റെ ക്വാളിഫിക്കേഷൻ അവർ വലിയൊരു കാര്യമായിട്ടാണ് എടുത്തത്. ഒരാൾക്ക് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടർ ബിരുദവും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃതത്തിൽ മാസ്റ്റർ ബിരുദവുമുള്ള ആൾ എന്നുള്ളത് വലിയൊരു തീരുമാനമെടുക്കാൻ അവരെ സഹായിച്ച കാര്യമായിട്ട് അവരത് കരുതി. പിന്നീട് കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറിമാർ എന്നോട് വ്യക്തിപരമായിട്ടും കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അച്ഛൻ നല്ല മികവോടുകൂടി ദീർഘനാൾ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ സ്തുതിച്ച ആളാണ്. അച്ഛൻ ഒരുപാട് എഴുതിയപ്പോഴും
പേന പടവാളായിട്ട് എടുക്കാത്ത ഒരാളാണ് അച്ഛൻ. അച്ഛൻ ആരെയും എഴുത്തുവഴി ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവരെയും പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതേസമയം തിരുത്താനും ഒക്കെ അച്ഛന് പരിശ്രമിച്ചിരുന്നു. ഒരിക്കൽ സുകുമാർ അഴീക്കോട് സാറ് എന്നോട് പറയുകയുണ്ടായി, നിങ്ങളുടെ കട്ടക്കലച്ചൻ നല്ലൊരു ഇൻഡോളജിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയും ഇന്ത്യൻ സംസ്കാരവും ഈ ദേശത്തിൻ്റെ മറ്റു മൂല്യങ്ങളുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എന്ന്. അദ്ദേഹത്തെ പോലെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ അത്തരക്കാർ അങ്ങനെ അധികമില്ലല്ലോ എന്നുകൂടെ അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട ഒരു രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താനും നമ്മളുടെ ഇന്ത്യയുടെ പശ്ചാത്തലം നന്നായിട്ട് മനസ്സിലാക്കാനുമൊക്കെ കഴിവുള്ള ആളായിരുന്നു. അത്തരത്തിൽ അച്ഛൻ നിരവധിയായ മേഖലകളിൽ ശുശ്രൂഷകൾ നടത്തിയ ആളാണ്. അപ്രയം പുണ്യവാളൻ്റെ ഒരു വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. തൻ്റെ അധ്വാനം കൊണ്ട് വിശുദ്ധ മദ്ബഹ സംരക്ഷിച്ചവന് ആ ദിവസം മഹാഭാഗ്യം. കാരണം മലാഖമാരുടെ അപ്പത്താൽ അവൻ പുഷ്ടിപ്പെടും. ശോഭയും ഗാംഭീര്യവും അവൻ്റെ അവകാശമായിരിക്കും. തൻ്റെ വീഞ്ഞ് വിശുദ്ധ ആലയത്തിൽ കലർത്തിയവൻ ആ ദിവസം മഹാഭാഗ്യം അനുഭവിക്കും. കാരണം ദൈവകൃപയുടെ വലതുവശത്തു നിന്ന് രക്ഷയുടെ കാഴ്ച അവന് ലഭിക്കും. അച്ഛൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അച്ഛനർപ്പിച്ച ബലികളുടെ ആ ഒരു വലിയ മികവ് നമ്മൾ നോക്കുമ്പോൾ മറപ്രിയമിൻ്റെ ഈ വാക്കുകൾ ഇന്ന് അച്ഛന് എല്ലാ അർത്ഥത്തിലും ഗുണകരമായിട്ട് ഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അച്ഛൻ വടവാതൂർ സെമിനാരിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾ മാത്രമല്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരുപാട് പേര് അച്ഛന്മാർ, വലാരപതിയിലെ അച്ഛന്മാർ കട്ടക്കലച്ചൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രസിദ്ധം ചെയ്ത ക്രിസ്തുദർശനം എന്ന വലിയൊരു ഗ്രന്ഥം എഡിറ്റഡ് വർക്കാണ്. അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് കരുതി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പണം മുടക്കി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. പിന്നെ അച്ഛൻ്റെ മതവും ധാർമ്മികതയും അദ്വൈത സിദ്ധാന്തവും തുടങ്ങിയ കാര്യങ്ങൾ, അക്വീനാസ്, ശങ്കര, മധ്വ ദർശനങ്ങൾ, മിസ്റ്റിസിസം ഓഫ് ദ ഈസ്റ്റ്, അൽഫോൻസാമയുടെ ജീവചരിത്രം, പെരിയാറ്റിയുടെ ജീവചരിത്രം തുടങ്ങി നിരവധിയായ ഗ്രന്ഥങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. എഴുത്ത് അച്ഛന് വലിയ ഒരു കൃപയായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൊച്ചുകുട്ടികളോട് അച്ഛന് വലിയ താല്പര്യമായിരുന്നു. പുണ്യവാന്മാരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം തയ്യാറാക്കി. അൽഫോൻസാമയെക്കുറിച്ച് പഠിക്കണം, ചാവറ പുണ്യവാനെക്കുറിച്ച് പഠിക്കണം, ദൈവസഹായത്തെക്കുറിച്ച് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമെടുക്കുകയും നല്ല ഒരു കാറ്റഗറ്റിക്കൽ മികവുള്ള ആളിനെ പോലെ അച്ഛൻ പെരുമാറി. ഒരുപാട് കുട്ടികളിൽ വിശുദ്ധന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ പകർന്ന് കൊടുത്തു. നല്ലൊരു മിഷണറി ഓറിയന്റേഷൻ. അച്ഛൻ വടവാതൂർ പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ നടക്കാനിറങ്ങുമ്പോഴും ഇതര മതസ്ഥരുടെ വീടുകൾ കയറുകയും അവരോടെല്ലാം ഈശോയെക്കുറിച്ച് ഒന്നും രണ്ടും വാക്കുകളൊക്കെ പറയും. അത് ആര് എതിർത്താലും അച്ഛൻ മാറി നിൽക്കുകയില്ല. അച്ഛൻ അവരുടെ വീടുകൾ കയറി അവരോട് സുവിശേഷം പ്രസംഗിക്കും, ഈശോയെക്കുറിച്ച് പറയും. അങ്ങാടിത്തി പിതാവിൻ്റെ കൂട്ടത്തിൽ USA വർക്ക് ചെയ്തിരുന്ന കാലത്തും ഔദ്യോഗിക ജോലി കഴിഞ്ഞ് റിട്ടയർമെൻറ്റിൽ വന്നപ്പോൾ അച്ഛന് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള US വരുന്ന ഇതര രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈശോയെക്കുറിച്ച് പറയണം, സുവിശേഷം വായിച്ച് കേൾപ്പിക്കണം തുടങ്ങിയ ശുശ്രൂഷകളാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ഒരിക്കലും പണത്തിനു വേണ്ടി ജോലി ചെയ്ത ആളല്ല. പണം ഉണ്ടാക്കാൻ അച്ഛനെ കൊണ്ട് കൊള്ളാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അതൊന്നും അച്ഛന് വിഷയമല്ലായിരുന്നു. അച്ഛൻ അതിനെല്ലാം അപ്പുറത്തുള്ള ഈശോ എന്ന ആ ഒരു വലിയ തീഷ്ണത, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ആ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യണം, അത് കൈമാറ്റം ചെയ്യണമെന്നുള്ള വലിയൊരു ജ്വാല ഹൃദയത്തിൽ കൊണ്ടു നടന്നയാളാണ്. അങ്ങനെ അച്ഛൻ്റെ ഗാഠമായ പാണ്ഡിത്യത്തിനപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന മിഷണറി ഡയമെൻഷനും കാറ്റഗറ്റിക്കൽ
ചിന്താഗതികളും ഒക്കെ വലിയൊരു അസറ്റായിട്ട് നമ്മളെല്ലാവരും കരുതുന്നു. ദൈവഭക്തനായ ഒരു ആളായിരുന്നു അച്ഛന്. ഭാഷാസ്നേഹിയായിരുന്നു. വളരെ അച്ഛൻ പഠിപ്പിച്ച നിരവധിയായ ശ്ലോകങ്ങൾ വൈദിക വിദ്യാർത്ഥികൾക്ക് മുഖസ്ഥങ്ങളായിരുന്നു. അതെല്ലാം കാണാണ്ട് പിടിച്ച് പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ അതെല്ലാം അച്ഛൻ ചോദിക്കും. സാധാരണമായ പദസ്വാധീനം അച്ഛനുണ്ടായിരുന്നു. ആശയപുഷ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് ദേഹം നശിച്ചാലും ദേഹി ചിരഞ്ജീവിയായിരിക്കും എന്ന് യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഉത്തമനായ ഒരു പുരോഹിതന് ഒരു കുഴപ്പവും അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആർക്കും പറയാൻ ഇടമില്ല. ഒരു കട്ടയ്ക്കൽ സംസ്കാരം അച്ഛന് വടവാതൂരും US-ലും അച്ഛൻ്റെ ഇതര പ്രവർത്തന മേഖലകളിലും എല്ലാം നടത്തി. അത്ഭുതകരമായ ഒരു ഇവാഞ്ചലൈസേഷൻ അച്ഛൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്നും സ്വതന്ത്രനായിട്ട് ഈശോയെ കൂട്ടുപിടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പാലാരൂപതയും വിശാലമായ മിഷൻ ഏരിയയുമൊക്കെ വളരെ ഏറെ സന്തോഷിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ലത്തീനിൽ കേട്ടിട്ടുള്ളൊരു ചെറിയ വാക്യമാണ് നെ പ്ലൂസ് ഉൾത്ര, നോ മോർ ബിയോണ്ട്. അത് ജിബ്രാൾട്ടർ ജലസംഭരണിയുടെ ഇരുവശത്തുമുള്ള ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യമാണ്. നെ പ്ലൂസ് ഉൾത്ര, സ്റ്റോപ്പ് ഹിയർ. ഇതിനപ്പുറത്തേക്ക് പോയാൽ അപകടമാണ്, അവിടെ സഞ്ചാരയോഗ്യമായ സ്ഥലമല്ല. അതാണ് ആ വാണിംഗ് ലെറ്റേഴ്സിൻ്റെ അർത്ഥം. അച്ഛനെപ്പോഴും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഒക്കെ നൽകുമായിരുന്നു. അങ്ങനെ നൽകുന്നതുകൊണ്ട് കുട്ടികൾ ക്ലാസ് റൂമുകൾക്ക് പുറത്തു വെച്ച് അച്ഛനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അച്ഛന് നമ്മുടെ സുറമലബാർ സഭയുടെ GK ചെസ്റ്റർട്ടൻ തന്നെയാണ്. ചിന്തകളിലും നല്ല സമ്പന്നമായ ഭാഷയിലും സഭാ സംവിധാനങ്ങളോടുള്ള ഇടപെടലിലും അഗാധമായ പാണ്ഡിത്യം വഴിയുമെല്ലാം അച്ഛൻ്റെ ഏത് പുസ്തകം നമ്മളെടുത്ത് നോക്കിയാലും അത്തരത്തിലുള്ള വലിയ സ്വാധീനം വായനക്കാരിൽ ഉളവാക്കും. പുണ്യവാന്മാരെക്കുറിച്ച് അച്ഛന് വലിയ ചിന്തയും അടുപ്പവും ഉണ്ടായിരുന്നു. ബെനഡിക്ട് പിതാവിൻ്റെ ഒരു ചെറിയ വാക്യമാണ്, നോളജ് ഓഫ് ദ ഹാർട്ട് ഈസ് ദ വിസ്ഡം ഓഫ് സെയിൻറ്റ്സ്. എ സെയിൻറ്റ് ഈസ് ഫാസിനേറ്റഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. കട്ടകലച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അച്ഛന് ദൈവത്തിൻ്റെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ട ആളാണ്. അച്ഛന് മറ്റൊന്നും ജീവിതത്തിൽ അതിനേക്കാൾ പ്രയോറിറ്റി കൊടുത്ത കാര്യങ്ങൾ നമുക്കാർക്കും കാണാനില്ല. അച്ഛൻ നമ്മുടെ അൽഫോൻസാമ്മയെക്കുറിച്ചും കുഞ്ഞച്ഛനെക്കുറിച്ചും ചാവറയച്ഛനെക്കുറിച്ചും ദേവസഹായത്തെക്കുറിച്ചും എല്ലാം എഴുതിയ ലേഖനങ്ങൾ കേരളത്തിൽ വളരെ പോപ്പുലറായിരുന്നു. കുട്ടികൾക്ക് അച്ഛനച്ഛൻ്റെ പുസ്തകങ്ങൾ കൊടുക്കുകയും പലപ്പോഴും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അച്ഛൻ വന്ന് അവരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു സന്തോഷപ്രദമായ ജീവിത ചര്യകൾ നമുക്കെന്നും ഒരു പ്രചോദനം, എല്ലാവർക്കും പ്രചോദനം നൽകുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അച്ഛന് പണ്ഡിത സദസ്സുകളിൽ ചെല്ലുമ്പോൾ, അല്ല ദൈവശാസ്ത്ര കോൺഫറൻസുകളിൽ വരുമ്പോൾ, സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തെത്തുമ്പോഴെല്ലാം അച്ഛനെ വലിയ ആദരവോടുകൂടി അവരെല്ലാവരും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ചില മേഖലകളിൽ ഞാനും അത് ദൃക്സാക്ഷിയാണ്. അച്ഛനൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഈ സഭയിലും നമ്മുടെ ഈ രാജ്യത്തും ഉളവാക്കിയ ആളാണ്. അഗസ്തീനോസിൻ്റെ ഒരു വാക്യമുണ്ടല്ലോ, മിശിഹായുടെ സ്ലീവ അവൻ മരിച്ച കിടക്ക മാത്രമല്ല, നമ്മെ പഠിപ്പിക്കാൻ ഇരിക്കുന്ന കസേര ഖദേഡ്ര കൂടി ആണ്. അച്ഛൻ്റെ അടിസ്ഥാനപരമായ ഒരു ചിന്തയും അതായിരുന്നു.
ആ സ്ലീവായാണ് കത്തോലിക്കാ സഭയുടെ ടീച്ചിങ്സിൻ്റെ കത്തീഡ്ര എന്ന അച്ഛൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു. സത്യവിശ്വാസത്തിനു വേണ്ടി ഇതുപോലെ പരിശ്രമിച്ചിട്ടുള്ള വേറെ ഒരു അച്ഛനും നമ്മുടെ സഭയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്രമാത്രം അത് അച്ഛൻ്റെ ഒരു ശിരകളിൽ ഒഴുകുന്ന രക്തം പോലെയായിരുന്നു. ഞാൻ അനേകം തവണ അച്ഛൻ്റെ സംസാരം ഇതര മതസ്ഥരുടെ ഇടയിൽ അവരോടൊരു വഴക്കമുണ്ടാക്കാണ്ട് എന്നാൽ ഈശോയെ കൈമാറ്റം ചെയ്യാനുള്ള കൊടുക്കാനുള്ള ആ കഴിവ് ഞങ്ങൾ ശിഷ്യന്മാർ വളരെയധികം പേര് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നല്ലൊരു മിഷണറി ആയിരുന്നു. നല്ല ഇവിടുത്തെ കണ്ണിക്കമലയും അച്ഛൻ്റെ ആത്യന്തികമായിട്ടുള്ള ചിന്ത അതൊരു മിഷണറി കേന്ദ്രം, ഒരു മലബാർ സഭയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റണം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അച്ഛനത് സഭയുടെ തലവൻ്റെ വിശ്രമ സ്ഥലമോ അല്ലെങ്കിൽ പഠന കേന്ദ്രവുമായിട്ട് അത് കൊടുക്കാനായിട്ട് അച്ഛൻ തീരുമാനിച്ചതും അങ്ങനെ ഒരു സഭയുടെ ഒരു പ്രോപ്പർട്ടിയായിട്ട് കൈമാറ്റം ചെയ്തതുമെല്ലാം അച്ഛൻ എന്നോട് ഇതേക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് കൊടുക്കാൻ വെച്ചു. അതാണ് ഏറ്റവും നല്ലത്. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് അത് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണല്ലോ അരഞ്ചേരി പിതാവും മറ്റു ധാരാളം പിതാക്കന്മാരും എല്ലാം അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് വരികയും പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ കട്ടക്കലച്ചനെ കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്തത്. അച്ഛൻ പരലോക പ്രാപ്തനായി അല്ലെ സ്വർഗസ്ഥനായി എന്ന് നമ്മൾ പറയുമ്പോൾ അത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ കൃത്യത തന്നെയാണ്. അച്ഛൻ ആഗ്രഹിച്ചതായിരുന്നു. മോക്ഷവിചാരങ്ങളുമായിട്ടാണ് അച്ഛൻ എവിടെയും യാത്ര ചെയ്തത്. ആ മോക്ഷത്തിൻ്റെ സൗഭാഗ്യത്തിനു വേണ്ടി അച്ഛനെടുത്ത ത്യാഗങ്ങളും വളരെ വലുതായിരുന്നു. അച്ഛനെന്നും സംശുദ്ധനായ ഒരാൾ, എ ട്രൂ പ്രീസ്റ്റ് എന്ന എല്ലാ അർത്ഥത്തിലും അച്ഛനെക്കുറിച്ച് നമുക്ക് പറയാം. നല്ലൊരു അച്ഛൻ, നല്ലൊരു കാറ്റക്കിസ്റ്റ്, നല്ലൊരു മിഷണറി, നല്ലൊരു തിയോളജിയൻ, നല്ലൊരു ഫിലോസഫർ, നല്ലൊരു യാത്രക്കാരൻ. ലോകം മുഴുവൻ അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ട്. വടബാവിൽ പഠിപ്പിക്കുന്ന കാലത്ത് പോയിട്ട് വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് മിഠായി, പേനാകൾ, മറ്റു പടം കൃഷി നടത്തണമെന്ന് പറഞ്ഞ് അവിടെയുള്ള നല്ല ഫലങ്ങളുടെ വിത്തുകൾ ഇങ്ങനെ ഒരു കെട്ട് സാധനമായിട്ടാണ് അച്ഛൻ അമേരിക്കയിൽ നിന്ന് വരുന്നത് എല്ലാ തവണയും. അച്ഛൻ എവിടെ പോയാലും അച്ഛൻ എവിടെ ശുശ്രൂഷ ചെയ്യുന്നുവോ അവിടുത്തെ ഉദ്ദേശിച്ചാണ് അച്ഛൻ പോയിക്കൊണ്ടിരുന്നത്. അമേരിക്കയ്ക്ക് പോയ അവസരത്തിലെല്ലാം വടബഹാദൂരിനെ കൊണ്ടുപോയിരുന്നു. വടബഹാദൂരിന് വേണ്ടി എന്നും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു. കാരണം 23 വർഷങ്ങളിലുള്ള അച്ഛൻ്റെ അവിടുത്തെ താമസം. പിന്നീട് അച്ഛൻ തിരുവനന്തപുരത്ത് റിസർച്ചിന് വേണ്ടി പോയി നിന്ന നാടുകളിലൊക്കെ ഇടയ്ക്കും അച്ഛന് വരികയും സംസാരിക്കുകയും കുട്ടികളെ കാണുകയും എല്ലാം ചെയ്യുമായിരുന്നു. നല്ലൊരു കുടുംബമാണ് അച്ഛൻ്റേത്. വലിയ സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കുന്ന തറവാടാണ്. നമുക്ക് അച്ഛന് ഈ സ്ഥാന നാടുകളിലൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ പ്രീസ്റ്റ് ഹോമിൽ നിന്ന് പാലായിലെ മാറി ആശുപത്രിയിലും അവിടുത്തെ പ്രീസ്റ്റ് ഹോമിലൊക്കെയായിരുന്നു. ഈ ശുശ്രൂഷ കാലഘട്ടത്തെല്ലാം അച്ഛൻ്റെ വീട്ടുകാർ അച്ഛനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു കരുതൽ. അച്ഛൻ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാമെന്ന് കേട്ടാൽ എൻ്റെ അടുത്ത് വരും. എൻ്റെ പിതാവെ അച്ഛനെ അനുവദിച്ചോ, പോകാൻ അനുവദിച്ചോ, അച്ഛൻ പോവുകയല്ലേ, അച്ഛന് പ്ലെയിനിൽ തന്നെ കയറാൻ പറ്റുമോ, പ്ലെയിനിൽ കയറുമ്പോൾ തലകറങ്ങിയാൽ എന്ത് പറ്റും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഈ പെങ്ങന്മാരും അച്ഛൻ്റെ മറ്റ് സഹോദരങ്ങളും എല്ലാം നിരന്തരമായിട്ട് ചോദിക്കുമായിരുന്നു. ഇവിടെയുള്ള തോമസ് ചേട്ടന്, ജോർജ് സാറ് കാനഡായിട്ടുള്ളത്, ഡോക്ടർ മാത്യു വളമശ്ശേരി, ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് കട്ടക്കലച്ചന് CHT, അതുപോലെ പ്രേതനായ ദേശ്യ ചേട്ടന്, പ്രേതയായ ക്രിസ്ത്യാനാമ്മ, സിസ്റ്റർ എൽസി ക്രിസ്ത്യൻസൺ കോഴിക്കോട്, സിസ്റ്റർ മേരി ജെയിംസ് ക്രിസ്ത്യൻസൺ പാല. സിസ്റ്ററിൻ്റെ ഓരോ ചിന്തയിലും നമ്മുടെ അച്ഛൻ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. പ്രേതയായ സിസ്റ്റർ ബെറ്റീന, സിസ്റ്റർ ക്ലാരമ്മ എറണാകുളത്തുള്ളത്, പ്രേതയായ റോസമ്മണി, ഫിലോമിന കട്ടക്കൽ. ഇങ്ങനെ ഇവരെല്ലാവരും അച്ഛനോട് വളരെയേറെ ബന്ധപ്പെട്ടും അച്ഛനാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന രീതിയിൽ അത് ഉൾക്കൊണ്ട് അച്ഛനെ നോക്കിയതാണ്. അത് നമുക്കൊരു പാഠമാകേണ്ടതാണ്. വൈദികർ അവരുടെ സ്വന്തം സഹോദരങ്ങൾ എങ്ങനെ നോക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു എന്നെല്ലാം.
അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഇവരുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വീട്ടിൽ ചെന്നിട്ട് ഇവരെല്ലാം ഉണ്ട്, വർത്തമാനം പറഞ്ഞ് ഒരുപാട് സമയമായി. അപ്പോഴവിടെ താമസിച്ചിരുന്ന ആൾ പറഞ്ഞു, നമുക്കൊരു ചെറിയ കൊന്ത ചെല്ലാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എവിടെയാടാ ചെറിയ കൊന്തയുള്ളത്, നിങ്ങളെല്ലാവരും മുട്ട നിൽക്കുക എന്ന് പറഞ്ഞ് കൊന്ത മുഴുവൻ അവരെ എല്ലാം മുട്ട നിർത്തി അച്ഛൻ ചൊല്ലിപ്പിച്ചു. അതാണ് അച്ഛൻ്റെ ശൈലി. അച്ഛൻ വടവാതൂരായിരുന്നപ്പോഴും കയ്യിലെപ്പോഴും കൊന്തയുണ്ട്. കൊന്തയുമായിട്ട് മഴയത്ത് ചിലപ്പോൾ ഓട്ടമാണ്. ഈ കൊന്ത കയ്യിലുണ്ട്, കൊന്ത ചൊല്ലിക്കൊണ്ട് അച്ഛൻ എന്നോട് പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എന്നെ സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. എനിക്കെപ്പോഴെങ്കിലും ഒരു പ്രയാസം തോന്നിയാൽ ഞാൻ അപ്പോൾ എല്ലാം കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രമാത്രം മരിയ ഭക്തനായിട്ടുള്ള ആളായിരുന്നു. ഈശോയായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. അതുകൊണ്ടാണ് അച്ഛന് എല്ലാവർക്കും വേണ്ടി തിരുത്തലുകളും നിർദ്ദേശങ്ങളുമൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചത്. അച്ഛൻ്റെ ഞാൻ നിർത്തുകയാണ്, അച്ഛൻ്റെ വേറൊരു മുഖമാണ്, വലിയ സരസനായ ആളായിരുന്നു അച്ഛന്. എപ്പോഴും അച്ഛന് തമാശയുണ്ട്. എല്ലാ അവസരത്തിലും അച്ഛൻ തമാശ പറയുമായിരുന്നു. ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. അച്ഛൻ ഉപനിഷത്തുകളുടെ പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അന്ന് വടവാതൂർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കുകയാണ്. അപ്പോൾ ഞാൻ പുസ്തകം ചുമന്ന്, ഞാൻ പഠിക്കുന്ന കാലത്താണ്, എൻ്റെ തോളയിൽ ഒരു കെട്ട് പുസ്തകമുണ്ട്. അച്ഛൻ്റെ മുറിയിലുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. അപ്പോഴേ പോസ്റ്റ്മാൻ പറഞ്ഞു, ഇതിന് തൂക്കം കൂടുതലാണ്, ഇനി സ്റ്റാമ്പ് ഒട്ടിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു, ഇനി സ്റ്റാമ്പ് ഒട്ടിച്ചാൽ തൂക്കം കൂടുകയല്ലേ ഉള്ളൂ. അതാണ് അച്ഛൻ്റെ ചോദ്യങ്ങൾ. അച്ഛൻ്റെ നിലപാടുകൾ എപ്പോഴും അങ്ങനെയാണ്. ആർക്കും ഒരു ദോഷവും വരാത്ത രീതിയിൽ അച്ഛൻ എപ്പോഴും നല്ല ഉത്തരം പറയും. അച്ഛൻ്റെ ഭരണാവസരത്തിൽ അച്ഛൻ്റെ തമാശകളൊന്നും ഓർക്കാണ്ട് പോയാൽ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു മറവി നമുക്ക് പറ്റുന്ന പോലെ ഇരിക്കും. മലയാള അക്ഷരങ്ങൾ തെറ്റിപ്പോകുന്നു, നിഘണ്ടു എന്ന് എഴുതുന്നത് എങ്ങനെയാണ് എന്നെൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒരാൾ ഒരു കുഞ്ഞ് നിഘണ്ടു തയ്യാറാക്കിയപ്പോൾ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരിക്കലും മറക്കാതിരിക്കാൻ ഞാൻ പറയാം, മേഘത്തിൻ്റെ കായും മണ്ടൻ്റെ ഉണ്ടായും വെച്ചാൽ മതി. ഒരിക്കലും നമ്മൾ നിഘണ്ടു എഴുതുന്നത് തെറ്റിപ്പോകരുത്. നമ്മൾ പിന്നെ ആരും മറക്കില്ല. അങ്ങനെയുള്ള അത്ഭുതകരമായ സിദ്ധികളായിരുന്നു അച്ഛൻ്റെ വർത്തമാനവും വാക്കുകളും പെരുമാറ്റവും എല്ലാം. ഏത് സമയത്തും അതുപോലെ തന്നെയാണ്. അച്ഛൻ ഒരിക്കലും ചീട്ട് കളിക്കാറില്ല, ഒരിക്കലും. അതിൻ്റെ ന്യായം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു അതിൻ്റെ ന്യായം, ചീട്ടുകളിയിൽ 9ന് 2 പോയിന്റും 10ന് 1 പോയിന്റുമാണ്. അത് റോങ് മാത്തമാറ്റിക്സ് ആണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അപ്പം അത് ഒരു വലിയ കാര്യമാണെങ്കിലും അച്ഛൻ പൊതുവെ കാണുന്ന കാര്യങ്ങൾ നമ്മളാരും ചിന്തിക്കാത്ത വിധത്തിലാണ് നിരന്തരമായിട്ട് അച്ഛൻ ഏത് വിഷയത്തെയും തമാശയായിട്ട് എടുത്ത് അവതരിപ്പിക്കാനും അത് കുട്ടികളുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ അത് കൊടുക്കാനുമൊക്കെ അച്ഛനെ കൊണ്ട് സാധിക്കുമായിരുന്നു. ഒരിക്കലൊരു ബാച്ച് വടവാതൂരിന്ന് അച്ഛനെ കടന്നു പോയപ്പം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ് അച്ഛ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് പ്രൊഫസേഴ്സിനെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഗുഡ് മോർണിംഗ് അച്ഛ എന്ന് പറഞ്ഞു, അങ്ങനെ പഠിക്കണം. ആ നിമിഷത്തിൽ അച്ഛൻ കറക്ഷൻ കൊടുത്തു. ഇത്രമാത്രം കറക്ഷൻ വൈദിക വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ ക്ലാസ് സമയത്തിന് പുറമെ സംസ്കൃതം പഠിക്കാനും അതുപോലെ ലത്തീൻ പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ അച്ഛൻ വിളിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതമായ ഒരു ദിനചര്യയോടുകൂടി കടന്നുപോയ ഒരു മഹാവ്യക്തിയായിരുന്നു. ഉത്തമനും സത്തമനുമായ ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഇത്ര സംശുദ്ധമായ രീതിയിൽ നമ്മുടെ യുവതിയെയും നമ്മുടെ സഭയെയും എല്ലാവരെയും ഏറ്റവും സാധാരണക്കാരെയും അച്ഛൻ കണ്ടു. അച്ഛൻ നമ്മുടെ വലിയ പിതാവിൻ്റെ ക്ലാസ്മേറ്റാണ്. വടവാതൂരുമായിട്ടുള്ള ബന്ധത്തിൽ നിരവധി പിതാക്കന്മാരുമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഒരു ജീവിക്കുന്ന മിഷണറിയായിട്ട് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ ഒരു വലിയ ജീവിത ചിന്തകൾ നമുക്ക് മറന്നു കളയരുത്. അതിനേറ്റവും നല്ല, ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം വടവാതൂരിന്ന് പ്രസിഡന്റ് അച്ഛനെക്കുറിച്ച് എഴുതിയതിൽ എനിക്കൊന്ന് വലിയ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്. പാലായിലെ അച്ഛനെക്കുറിച്ച് വടവാതൂരിൻ്റെ പ്രസിഡന്റ് ഒരു നല്ല വിലയിരുത്തൽ നൽകിയപ്പോൾ ലോകം മുഴുവൻ കാണുന്ന ഒരു ലേഖനമാണ്. ഒരു വലിയ കാര്യമായി ആ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛൻ്റെ സഹോദരങ്ങളായ എല്ലാവരെയും ഞാൻ പ്രിയമായിട്ട് ഓർക്കുന്നു. വിചാരിച്ചനും ഈ സമയത്ത് എല്ലാം പല തിരക്കുകൾ കാരണം ഈ സന്ധിയിലാണ് നമുക്ക് ഒത്തത്. അവരച്ഛൻ്റെ പ്രതീക്ഷയെല്ലാം അച്ഛൻ അവർ പറഞ്ഞ്
പിതാവിനെ എപ്പോഴായാലും പാതിരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പിതാവൊന്ന് വന്നാൽ മതി. ഇത്രമാത്രം നല്ലൊരു തുറവിയോടുകൂടിയാണ് സഹോദരങ്ങൾ പെരുമാറിയത്. വിചാരിച്ചതിനെല്ലാം വളരെ സഹായിച്ചു. ധാരാളം പേര് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഇപ്പോഴും ഉണ്ട്. ഞാൻ എല്ലാ അച്ഛന്മാരോടും വിചാരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നന്ദി പറയുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം.